അലൈഹിസ്സലാമകൾ മക്കത്തു നിന്ന് മദീനത്തേക്ക് വന്ന് ഏറ്റവും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പള്ളിയായ മസ്ജിദ് ബനി ഉനൈഫ് എന്ന് പറയുന്ന പള്ളിയാണ്. മസ്ജിദ് മിസ്ബഹ് എന്നും പേരുണ്ട്. പ്രഭാത നിസ്കാരം നിസ്കരിച്ച സ്ഥലമായതുകൊണ്ടാണ് മിസ്ബഹ് എന്ന് പേര് വന്നത്. അപ്പോൾ നബി തങ്ങൾ ഫസ്റ്റ് വന്നത് കുബയിലേക്ക്. കുബാ പള്ളി ഇതാണ് കാണുന്നത്. ഇതാ ഇസ്ലാമിലെ ഏറ്റവും ആദ്യത്തെ പള്ളിയാണ് കുബാ പള്ളി. ഇതിൻ്റെ ഈ മറ കിട്ടിയതിൻ്റെ ഉള്ളിൽ നബിതങ്ങൾ വന്ന സമയത്ത് നബിതങ്ങൾ ഫസ്റ്റ് താമസിച്ചിരുന്ന കുൽസൂം ഇബ്നു ഹിദം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിൻ്റെ വീടും ആ വീട്ടിൻ്റെ അകത്തുള്ള കിണർ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതൊക്കെ ഇപ്പം ഇവർ നന്നാക്കിക്കൊണ്ടേ ഇരിക്കട്ടോ ഈ തോട്ടങ്ങളൊക്കെ. അപ്പോൾ കുൽസൂം ഇബ്നു ഹിദം റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണ് നബിതങ്ങൾ വന്ന് 4 ദിവസം താമസിച്ചത്. ആ താമസിക്കുന്ന വേളയിലാണ് നബിതങ്ങൾക്ക് അവർ വലിയ സമ്പന്നനായ ആളായിരുന്നു. അവരെ തോട്ടങ്ങളൊക്കെ കൊണ്ടുപോയി കാട്ടിക്കൊടുത്തിട്ട് നബിതങ്ങളോട് പറഞ്ഞു തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം പള്ളിക്ക് വേണ്ടി തിരഞ്ഞെടുത്തോളാം. അങ്ങനെയാണ് നബിതങ്ങൾ അവരെ കാരക്ക ഉണക്കാനിട്ട തറ വാങ്ങിയിട്ടാണ് മസ്ജിദ് കുബ എന്ന് പറയുന്ന പള്ളി നിർമ്മിക്കുന്നത്. അപ്പോൾ നബിതങ്ങൾ ഇങ്ങോട്ട് എത്തുന്നതിന് മുന്നേ ഇവിടെ സുബീൻ്റെ സമയത്ത് നബിതങ്ങൾ എത്തിയപ്പോൾ സുബഹി നിസ്കരിക്കാൻ നബിതങ്ങൾ മദീനത്തെ ഈ ബനി ഉനൈഫ് ഗോത്രക്കാരെ വീട്ടിൽ ഇറങ്ങി. അവർ മുസ്ലിങ്ങളായിരുന്നു ആ വീട്ടുകാർ. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടാണ് നബിതങ്ങൾ സുബഹി നിസ്കരിക്കുന്നത്. അപ്പോൾ നബിതങ്ങൾ മദീനത്ത് വന്നിട്ട് ഏറ്റവും ആദ്യത്തെ നിസ്കാരം നിർവഹിച്ച സ്ഥലമാണ് മസ്ജിദുൽ ഉസ്ബ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടുന്നാണ് പിന്നീട് നബിതങ്ങളെ കുബയിലേക്ക് ആളുകളൊക്കെ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്. ത്വൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിൻ്റെ വീടായിരുന്നു ഇത്. പിൽക്കാലത്ത് നബിതങ്ങൾ അവർ സുഖമില്ലാതെ കിടന്നപ്പോൾ അവർ പ്രായം കുറഞ്ഞ ഒരു സഹാബിയാണ്. അവർ സുഖമില്ലാതെ കിടന്നപ്പോൾ നബിതങ്ങൾ വന്ന് ശക്തമായ തണുപ്പുള്ള രാത്രിയാണ് നബിതങ്ങൾ വന്നത്. അപ്പോൾ ഇവർ ക്ഷീണിച്ച് ഉറങ്ങാം. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു തൽഹത്തിനെ വിളിക്കേണ്ട, തൽഹത്ത് എന്തായിക്കോട്ടെ ഉറങ്ങിക്കോട്ടെ, തൽഹത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്, തൽഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയിക്കണം. അതായത് ഈ സഹാബി മരിക്കുന്ന പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, എന്നിട്ട് ഇവിടുന്ന് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് പോയി കുറേ കഴിഞ്ഞപ്പം ഈ സഹാബി പിന്നെ ഉണർന്നപ്പോൾ ഈ സഹാബി നബിതങ്ങൾ വന്ന വിവരം അറിഞ്ഞപ്പോൾ നബിതങ്ങൾ പിന്നെ ഇവരോട് പറഞ്ഞേ, നബിതങ്ങൾ അറിയിക്കാതെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ വേഗം മറവ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് കാരണം ഇനി നബിതങ്ങൾ ഞാൻ മരിച്ചത് അറിഞ്ഞാൽ ഈ പാതിരാത്രി നബിതങ്ങൾ വരേണ്ടത് ഇതിലാണ്, ജൂതന്മാരുടെ ഇടയിൽ കൂടിയും നബിതങ്ങളുടെ ശത്രുക്കളുടെ ഇടയിൽ കൂടിയാണ്. അപ്പോൾ നബിതങ്ങൾ അവരെന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ട് അവൻ നബിതങ്ങൾ വരുന്നും നബിതങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്നതൊക്കെ അറിഞ്ഞിട്ടും നബിതങ്ങൾക്ക് ആ വരവ് കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് നബിതങ്ങൾ അറിയിക്കാതെ എന്നെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ നബിതങ്ങൾ അറിയിക്കാതെ അവരെ മറവ് ചെയ്യുകയും ചെയ്ത് അങ്ങനെ നബിതങ്ങൾ പിറ്റേന്ന് നബിതങ്ങൾ വന്ന് സഹാബത്തിനായിട്ട് വന്നിട്ട് നബിതങ്ങൾ ഇവരെ കബറും പുറത്ത് വെച്ച് നിസ്കരിക്കുകയും ചെയ്ത് നബിതങ്ങൾ ഇവർക്ക് വേണ്ടി എന്തും ചെയ്ത് അള്ളാഹുവിൻ്റെ ലിക്കാഹ് സന്തോഷത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് നബിതങ്ങൾ ഇവിടുന്ന് ദ്വാരക്കുകയും ചെയ്തതാണ്. അപ്പം അങ്ങനത്തെ സ്ഥലമാണ് ഈ സ്ഥലം. എന്നാൽ വേഗം പോയി വരി ഇതാ ഇതിലേക്ക് കയറിയിട്ട് അടുത്ത ഭാഗത്ത് കൂടെ ഒരു ബോർഡ് കണ്ടോ, മദ്രസത്തു അസ്അദ് ബിനു സുറാറ എന്ന് എഴുതിയ, അസ്അദ് ബിനു സുറാറ ഒന്ന് വായിച്ചു നോക്കി. അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു അൻഹു മദീനക്കാരിൽ നിന്ന് ഏറ്റവും ആദ്യം ഒന്നാമതായി ഇസ്ലാം സ്വീകരിച്ച സഹാബിൻ്റെ പേരാണ് അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു അൻഹു. നബിതങ്ങൾ 12 ആൾക്കാർ മദീനത്ത് നിന്ന് മക്കത്ത് പോയി ഇസ്ലാം സ്വീകരിച്ചെന്ന് പറഞ്ഞില്ലേ. ഈ 12 ആളുകൾ പോകുന്നതിൻ്റെയും മുമ്പ് മദീനത്ത് നിന്ന് ഒറ്റയ്ക്ക് പോയിട്ട് മക്കത്ത് പോയിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹു. 12 ആൾക്ക് ഉസ്താദായി വന്ന സമയത്ത് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ താമസിപ്പിച്ചതും മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെ ഓരോ വീട്ടിലും ഗ്രാമങ്ങളിലൊക്കെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയതും ഇവരായിരുന്നു. അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു അൻഹു. മിസ്അബ് റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിപ്പിച്ച ഒരു സ്ഥലത്താണ് മസ്ജിദുൽ ഉസ്ബ എന്ന് പറയുന്ന ഈ പള്ളി ഉള്ളത്. മസ്ജിദുൽ ഉസ്ബ ഗ്രാമത്തിലെ പള്ളിയാണ് ഈ പള്ളി. അപ്പം ഈ പള്ളി മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പല തോട്ടങ്ങളിൽ വെച്ചിട്ടും മദീനക്കാർക്ക് ഖുർആൻ പഠിപ്പിച്ചു. അതിൽപ്പെട്ട ഒരു തോട്ടമായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഈത്തപ്പന തോട്ടമായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇപ്പം ഈ അടുത്ത് വന്ന റോഡുകളും ഒഴിഞ്ഞ സ്ഥലങ്ങളുമായി മാറിയതാണ്. നേരത്തെ ഇതൊക്കെ ഈത്തപ്പന തോട്ടങ്ങളായിരുന്നു. ആ തോട്ടങ്ങൾ വെട്ടി ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വീടെടുക്കുകയും അതേപോലെ തന്നെ റോഡുണ്ടാക്കുകയും ഒക്കെ ചെയ്യുക. അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു അൻഹു മദീനക്കാരിൽ ഏറ്റവും ഒന്നാമതായി നബിതങ്ങൾ വരുന്നതിന് മുമ്പ് മദീനത്ത് ഒരുപാട് മുസ്ലിങ്ങളുണ്ടായി. ആ മുസ്ലിമീങ്ങൾക്ക് ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിനും ജുമാ നിസ്കാരത്തിന് വരെ നേതൃത്വം നൽകി നിസ്കരിച്ച ആളായിരുന്നു. പള്ളിയാണ് മസ്ജിദ് കുബ.
ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ, ഏറ്റവും ആദ്യം തെക്കുവയുടെ മേലിൽ അടിത്തറ പാകിയ പള്ളി എന്ന് പേരുള്ള പള്ളിയാണ് ഈ പള്ളി, മസ്ജിദ് ഖുബ എന്ന് പറയുന്ന ഈ പള്ളി. ശേഷമാണ് മസ്ജിദ് നബി ഉണ്ടാക്കി. അപ്പോൾ ഇല്ല, അന്ന് പള്ളിയൊന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ പള്ളി മസ്ജിദ് ഖുബയും രണ്ടാമത്തെ പള്ളി മസ്ജിദ് നബവിയുമാണ്. പിന്നെ അങ്ങനെ പള്ളി വന്ന് ഇല്ല, മസ്ജിദ് ഹറം ചുറ്റുഭാഗത്തൊക്കെ കഅബ മാത്രമേ ഉള്ളൂ. മസ്ജിദ് ഹറം പിന്നീട് ചുറ്റുഭാഗത്ത് പള്ളി വന്നതാണ്. മത്താഫ് ഉണ്ട് അന്ന്, മത്താഫിന് ശേഷമുള്ളതാണ് എന്ത് മസ്ജിദ് ഹറം, അത് പിന്നീട് വന്നതാണ്. അല്ല, മസ്ജിദ് ഹറം അന്നത്തെ മസ്ജിദ് ഹറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ മത്താഫാണ്. മത്താഫ് എന്നാണ് നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അന്ന് നിബിധങ്ങളുടെ കാലത്ത് എന്തില്ല, പള്ളിയായിട്ട് മദീനത്തെ തീരെ ഉണ്ടാക്കിയിട്ടില്ല. എന്ന് പറയുന്ന സഹാബി സുഖമില്ലാതെ കിടന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വേണ്ടി ചെന്നപ്പം അവിടെ എല്ലാ ഇത് നടക്കുകയാണ്. അവിടെ അവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും രോഗമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദി ബുത്ഹാനെന്ന് മണ്ണ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. വാദി ബുത്ഹാനെന്ന് മണ്ണ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവിടെ ക്യൂ കണ്ടില്ലേ, വാദി ബുത്ഹാനെന്ന് മണ്ണ് കൊണ്ടുപോയി കൊടുത്തപ്പം നിബിധങ്ങൾ എന്ത് ചെയ്ത് വിരൽ വായിൽ വെച്ച് നിബിധങ്ങൾ ഷറഫാക്കപ്പെട്ട ഉമിനീര് വിരലിൻ്റെ മുകളിലാക്കി. എന്നിട്ട് ഈ മണ്ണിൽ വിരൽ കുത്തി വെച്ചിട്ട് ബിസ്മില്ലാഹി തുർബത്തു അർദിന വരീക്കത്തു ബാദിന വ മർലാ ബിഹാ സഖീമുനാബി ഇതിന് റബ്ബിന എന്ന് ചൊല്ലി ഈ മണ്ണ് മന്ത്രിച്ചു. എന്നിട്ട് ഒരു വെള്ളത്തിൽ കലക്കി ഈ മണ്ണ് ഇവരുടെ ശരീരത്തിൽ കുടയുകയും ചെയ്ത് അല്പം ഒരുക്കി കുടിക്കാനും കൊടുത്ത്. അങ്ങനെയാണ് ഇവരെ അസുഖം മാറി. പിന്നീട് സഹാബത്തിനു ശേഷം വന്ന ആളുകൾക്കൊക്കെ എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇവിടുന്ന് മണ്ണെടുത്ത് നിബിധങ്ങൾ ചെല്ലിയതുപോലെ ചെല്ലി ഈ മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രോഗം മാറാറുണ്ടായിരുന്നു. അതാണ് മദീനത്തെ ഷിഫാ ഉത്തുറാബ് എന്ന് പറയുന്ന മണ്ണ്. ആ മണ്ണുള്ള സ്ഥലം നോക്കി നമ്മുടെ മുന്നിലൊരു ഒഴിഞ്ഞ പറമ്പ് കണ്ടില്ലേ, ഈ ഒഴിഞ്ഞ പറമ്പിലായിരുന്നു ആ മണ്ണുണ്ടായിരുന്നത്. ഈ പറമ്പിൽ ആ മണ്ണാണ് ഷിഫാ ഉത്തുറാബ്. മണ്ണ് എടുത്തെടുത്തെടുത്ത് ഈ മണ്ണ് ഇവിടുന്ന് എടുക്കാനും കൊണ്ടുപോകാനൊക്കെ ഉണ്ട്. മണ്ണ് എടുത്തെടുത്തെടുത്ത് വലിയ കുഴിയായിട്ടുണ്ട്. ആ കുഴിയിലേക്ക് പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുപോയി അടിച്ച് എന്ത് ചെയ്ത് തൂർത്താൽ ഫില്ല് ചെയ്താൽ ഇവർ. അപ്പം മാത്രമല്ല ഇതിപ്പം പ്രൈവറ്റ് തോട്ടമായി മാറുകയും ചെയ്ത്. അപ്പം ഇതാണ് ഷിഫാ ഉത്തുറാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണ്. സൗദി ഗവൺമെന്റ് അവർക്കും അങ്ങനത്തെ വിശ്വാസമല്ല. ഇനി ഇവിടുന്ന് നമ്മളെ മദ്ഹബിൽ ഇവിടുന്ന് മണ്ണും ഇതൊന്നും നമുക്ക് എടുത്തു കൊണ്ടുപോകാൻ പാടില്ല, കല്ലൊന്നും എടുത്ത് കൊണ്ടുപോകാൻ പാടില്ല. മദീനത്ത് നിന്ന് മണ്ണായിട്ട് നമുക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളൂ. മണ്ണിൻ്റെ പാത്രം ഉണ്ടാക്കിയാലോ അതുകൊണ്ട്. അപ്പോൾ മണ്ണിൻ്റെ പാത്രം വേണ്ടിയോൽക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. ഇവിടുന്ന് വീറ് കുറസിൽ മണ്ണിൻ്റെ പാത്രം, ഇവിടുത്തെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം ഉണ്ട്. ആ വെള്ളം വാങ്ങാൻ വേണ്ടി 5 റിയാൽ കൊടുത്താൽ ആ പാത്രം കിട്ടും. നിങ്ങൾക്ക് 5 റിയാൽ 10 റിയാൽ 20 റിയാൽ ഉണ്ട്. അത് പൊട്ടാണ്ട് നാട്ടിലെത്തിക്കണം. എന്നാലേ നമുക്ക് എന്തായി ആ പാത്രത്തിൽ മദീനത്തെ മണ്ണിൻ്റെ പാത്രത്തിൽ എന്ത് ചെയ്യുക, വെള്ളം കുടിക്കാൻ പറ്റും. അത് ചെറിയ പാത്രമാണ്. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടുപോകണം. അതിൽ വെള്ളം